വളരെ സന്തോഷം. CMI സഭയുടെ കാർമൽ പ്രൊവിൻസിന്റെ വിക്കർ പ്രൊവിൻഷ്യൽ എന്നുള്ള നിലയിൽ ജർമ്മനിയിൽ നടന്ന CMI കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാലത്ത് ഇവിടെ എത്തിയത്. തുടർന്ന് ഞങ്ങളുടെ കോർഡിനേറ്റർ ബെന്നി കൊച്ചൂരോടച്ഛൻ്റെയും എൻ്റെ സഹപാഠിയായ ചാക്കോ തലക്കോട്ടൂരച്ഛൻ്റെയും ഒക്കെ സഹകരണത്തോടെ ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലും നമ്മുടെ കൊച്ചു ത്രേസ്യയുടെ തീർത്ഥാടന കേന്ദ്രത്തിലുമൊക്കെ സന്ദർശിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചതാണ്. അതിനോടനുബന്ധിച്ചാണ് ഞാനിപ്പോൾ റോമിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉർസലൈൻ സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. UMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർസലൈൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ്. CMI ഞങ്ങളുടെ കാർമൽ പശ്ചാത്തലത്തിൽ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് ഞങ്ങളുടെ CMI സഭയുടെ തന്നെ പേര്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയുടെ ഹൃദയമായ വത്തിക്കാനിൽ ഇരുന്നു കൊണ്ട് കർമ്മല മാതാവിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ഷക്കീന TV-യുടെ പ്രേക്ഷകരോട് പരിശുദ്ധ അമ്മയുടെ ഈ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ഒരു ചിന്തകൾ പങ്കുവയ്ക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ലൂർദില് ആദ്യമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണം ഉണ്ടായിട്ടുള്ള ലൂർദ് എന്ന ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശിക്കാൻ അവസരം കിട്ടുന്നത്. എനിക്ക് ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ, ജപമാലയിൽ പങ്കെടുത്തപ്പോൾ, ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒന്ന് രണ്ട് ആത്മീയ വിചാരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ കത്തോലിക്ക സഭയിൽ കർമ്മല മലയോളം ഔന്നത്യമുള്ള ഒരു ആത്മീയ അനുഭവം തന്നെയാണ്. കർമ്മല മല വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ബാൽദേവന്റെ പുരോഹിതരുമായിട്ട് ഏറ്റുമുട്ടുന്നതും ആയി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയുള്ള കരുത്താർജിച്ചത് കർമ്മലമലയിലിരുന്ന് ധ്യാനിച്ചിട്ടാണ്. അപ്പോൾ ദൈവം ഏലിയ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുകയാണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ യഹോവയോടുള്ള തീക്ഷ്ണതയാൽ എരിയുകയാണ് എന്നാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് കർമ്മലമലയിൽ ഇരുന്ന് തീക്ഷ്ണതയാൽ എരിഞ്ഞ ഏലിയ പ്രവാചകന്റെ ഒരു ചൈതന്യത്തിലാണ് പിന്നീട് നിരവധി സന്യാസികൾ കർമ്മലമലയിൽ ഇരുന്ന് ധ്യാനം ആരംഭിക്കുന്നതും അതൊരു കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയായി, കർമ്മലീത്ത ആത്മീയ പൈതൃകമായി വളരുന്നതും 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന പുണ്യവാന പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകി, നമ്മളിന്ന് വെന്തിങ്ങ എന്ന് വിളിക്കുന്ന, സ്കാപ്പുലർ എന്ന് വിളിക്കുന്ന ആ ഒരു ഉത്തരീയം നൽകിക്കൊണ്ട് ഇത് ധരിച്ച് ജീവിക്കുക എന്ന ഒരു സന്ദേശം നൽകുകയാണ്. അപ്പോൾ അങ്ങനെ മരിയ ഭക്തി ഒരു വലിയ ആത്മീയ അനുഭവമായി കത്തോലിക്ക സഭയിൽ ഇങ്ങനെ തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് കത്തോലിക്ക സഭയിൽ. അപ്പോൾ അങ്ങനെ മരിയ ഭക്തിയിൽ ആഴ്ന്ന് വളരുന്നവർക്ക്, ഈ ഉത്തരീയം ധരിച്ച് ജീവിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും അമ്മ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹം അമ്മ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ കർമ്മല സഭയിൽ, കത്തോലിക്ക സഭയിൽ കാർമൽ എന്ന പേരും കർമ്മലീത്ത ആത്മീയതയും കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയും നിരവധി സന്യാസ സഭകൾ കത്തോലിക്ക സഭയിൽ വളരെയേറെ വളരുകയും പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ആത്മീയത ലോകത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ലൂർദ് മാതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എനിക്ക് 1 ദിവസം 2 ദിവസം ചെലവഴിക്കാനായിട്ട് അവസരം ലഭിച്ചത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സെയിൻറ്റ് മാർക്ക് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സന്യാസ സഭയുടെ സഹായത്തോടെയാണ് ഞാൻ അവിടെ താമസിച്ചതും ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേർന്നതും. അപ്പോൾ ഞാൻ അവിടെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും നിന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അമ്മയോട് പ്രാർത്ഥിക്കാനും മധ്യസ്ഥം യാചിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ലൂർദിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ ലൂർദ് നിറഞ്ഞു കവിയുകയാണ്. അപ്പൊ വിവിധ ഭാഷകളിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥന ലൂർദിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം,
ലൂർദിലെ ബർണദീത്ത എന്ന ബാലികയ്ക്ക് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു പാറ, ആ ഒരു മല, അതിപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ പാറയിൽ നിന്ന് ഇങ്ങനെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ആ ഒരു അരുവി നിലച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ ജലം, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നുള്ള ആ ജലം ശേഖരിച്ച് ഒരു തിരുശേഷിപ്പ് പോലെ വിവിധ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയിലൂടെ, ക്രൈസ്തവ വിശ്വാസത്തിലൂടെ എല്ലാ വിശ്വാസികളെയും, നാനാജാതി മതസ്ഥരായ മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. എന്നാലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസികളാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക പരിശുദ്ധ അമ്മയോടുള്ള സ്വർഗീയ മാധ്യസ്ഥ്യം യാചിക്കുന്നവരാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യപ്പെടുത്തലുകളും അവിടെ നടത്തുന്നതായിട്ട് കാണുകയുണ്ടായി. പരിശുദ്ധ അമ്മ സഹരക്ഷകയായിട്ടാണ് നമ്മൾ കത്തോലിക്ക സഭയുടെ വിശ്വാസധാരയിൽ നമ്മൾ അനുഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായിട്ടാണ്. ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ CMI സഭയ്ക്ക് വേണ്ടിയും എൻ്റെ കാർമൽ പ്രോവിൻസിന് വേണ്ടിയും എൻ്റെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും കേരള സഭയ്ക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭാരതത്തിൽ വിവിധ ഇടങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ എതിർപ്പുകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹരക്ഷക എന്ന പരിശുദ്ധ അമ്മയുടെ സഭയിലെ സ്ഥാനം മാതൃഭക്തരായ എല്ലാ വിശ്വാസികളും ഏറ്റെടുക്കണം എന്നൊരു ചിന്ത എനിക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരോടും, അവിടെ വന്ന നിരവധി ആൾക്കാർ, വിവിധ ഭാഷകളിലുള്ളവരോട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്ന എല്ലാവരോടും ഈ ഒരു ചിന്ത പലപ്പോഴായിട്ട് ഞാൻ പങ്കുവച്ചു. അവരെല്ലാവരും വിവിധ മേഖലകളിൽ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അതിൽ നിരവധി പേർ, വലിയൊരളവ് കുടുംബജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷകരാവുക എന്നൊരു സന്ദേശം, കുടുംബത്തിന്റെ രക്ഷകരാവുക. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇവരെല്ലാവരും പരസ്പരം ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സഹരക്ഷകരാവുക. രക്ഷകനാകുന്നത് ഈശോയാണ് നമ്മുടെ രക്ഷകൻ. ഈശോ എന്ന രക്ഷകനോടൊപ്പം സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ മാതൃക എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാതൃകയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബനാഥനോടും കുടുംബനാഥയോടും ഒപ്പം പരസ്പരം സഹരക്ഷകരാവുക എന്ന് കുടുംബത്തിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം എന്ന് പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. മലയാളികളായ നിരവധി പേരെ അവിടെ കണ്ടു. തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നമുക്ക് ധാരാളം പേര് മാതൃഭക്തിയിൽ എരിഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു. ഇവരെല്ലാവരും ഈ ഒരു ചിന്ത വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കേരള സഭയുടെ ഇന്നത്തെ ഒരവസ്ഥ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരെയേറെ ആഴപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. കാരണം പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ കേരള സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകമായി സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ പ്രതിനിധികളായി സഭയെ നയിക്കുന്ന എല്ലാവർക്കും, പൗരോഹിത്യത്തിലും സന്യാസത്തിലും ജീവിതം നയിക്കുന്ന എല്ലാവർക്കുമുള്ള ചോദ്യം ഇതാണ്: എൻ്റെ റോൾ എന്താണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഈശോയോടൊപ്പം ചേർന്ന് സഭയുടെ രക്ഷാകർമ്മത്തിൽ, രക്ഷണീയ കർമ്മത്തിൽ പങ്കുചേരുകയാണോ, അതോ സഭയുടെ നാശം ആഗ്രഹിക്കുന്നവരോടൊപ്പം കൈകോർക്കുകയാണോ? രണ്ട് സാധ്യതകളാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ എനിക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഒപ്പം പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ സഭയുടെ സഹരക്ഷകരായി മാറാം. അതല്ലെങ്കിൽ സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ചേർന്ന് സഹനാശകരായി മാറാം. പരിശുദ്ധ അമ്മ സഹരക്ഷകയായിരുന്നു. അമ്മയോടൊപ്പം ചേർന്നവരെല്ലാം സഹരക്ഷക സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്, ധീരമായി നയിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഏലിയ പ്രവാചകൻ അഭിമുഖീകരിച്ച ഒരു ആന്തരിക സംഘർഷം അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പുറത്ത് ബാൽദേവനാണ് ശരിയായ ദൈവം, അതുകൊണ്ട് ബാൽദേവനെ ആരാധിക്കണം. തിന്മയുടെ ശക്തികളാണ് യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത്. അതുകൊണ്ട്
അവരോട് ചേർന്ന് നിൽക്കാം, വിരുദ്ധ ശക്തികളോട് ചേർന്ന് നിൽക്കാം, പ്രതിലോമ ശക്തികളോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ ചേർന്ന് നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരോട് ഒറ്റയ്ക്ക് പൊരുതിയ വ്യക്തിയാണ് കർമ്മല മലയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ ഏലിയ പ്രവാചകൻ. പക്ഷെ വിജയം ആ, ദൈവം ആണ് നൽകിയത്. ഏലിയ പ്രവാചകനാണ് വിജയിച്ചത്. ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി വിരുദ്ധ വിശ്വാസത്തിന്റെ പ്രതിലോമ ശക്തികളെ ദഹിപ്പിച്ചു കളഞ്ഞ അനുഭവത്തിന്റെ ചാരത്തിൽ നിന്നാണ് ഈ കർമ്മല ചൈതന്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ പിന്നെ ഏലിയ പ്രവാചകന്റെ ആ ബലിയുടെ ആ ഒരു ചാരമുണ്ടല്ലോ, അവിടെ ദഹിച്ചു തീർന്നത് അന്ധവിശ്വാസങ്ങളും കള്ളവിശ്വാസങ്ങളും വിശ്വാസ വിരുദ്ധ ശക്തികളുമാണ്. അഗ്നി ഇറക്കി ദഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചൈതന്യത്തിന്റെ തീഷ്ണതയിൽ നിന്ന് കത്തോലിക്ക സഭയിലൂടെ ഒഴുകുകയാണ് തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ ഈ കർമ്മല ചൈതന്യം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുള്ള ഒരു വിശ്വാസിക്കും സഭയുടെ നാശത്തിന്റെ കൂട്ടു നിൽക്കാൻ പറ്റില്ല. സഭയെ നശിപ്പിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റില്ല. സഭയുടെ പിളർപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, സംഭാവന ചെയ്യാൻ പറ്റില്ല. സഭയുടെ ഐക്യത്തിന് വേണ്ടിയും സഭയുടെ പടുത്തുയർത്തലിന് വേണ്ടിയും അല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം സഭയുടെ ഐക്യത്തിനും സഭയുടെ രക്ഷയ്ക്കും വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. സഹരക്ഷകരാവുക എന്നത് തന്നെയാണ്. ലൂർദ് മാതാവിന്റെ ആ സന്നിധിയിൽ അനേകായിരം വിശ്വാസികളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ കുടുംബങ്ങളുടെ രക്ഷയാണ്, നാശമല്ല. അവരുടെ ഇടവകയുടെ രക്ഷയാണ്, നാശമല്ല. അവരെല്ലാവരും വിവിധ ഇടവക കൂട്ടായ്മകളിൽ വന്നിട്ടുണ്ട്, വിവിധ സഭകൾ വന്നിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ വിവിധ പ്രാദേശിക സഭകളിൽ നിന്ന് വിശ്വാസികൾ അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം പേരുകളൊക്കെ എഴുതി വെച്ച് വലിയ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയാണ്, തിരുപ്രദർശനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വിശ്വാസ സമൂഹത്തിന്റെ അതിജീവനവും രക്ഷയുമാണ്. അപ്പോൾ അതേ ചൈതന്യം കേരള സഭയിലെ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയും കേരള സഭയും ഒക്കെ നിരവധി, ഭാരത സഭയും ഒക്കെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് പുറത്തു നിന്നുള്ളതല്ല, അകത്തു നിന്നുള്ള ആന്തരികമായ ഭിന്നതയും ഈ നശിപ്പിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഹനാശകരായി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ സഭയെ തകർക്കുന്നത്. പുറത്തു നിന്നുള്ള ആക്രമണത്തെക്കാൾ കൂടുതൽ നമ്മുടെ സഭയിൽ നേരിടുന്നത് അകത്തു നിന്നുള്ള ആക്രമണം തന്നെയാണ്. അതുകൊണ്ട് അമ്മ പുറത്തുള്ളയാളല്ല, അമ്മ അകത്തുള്ളയാളാണ്. പരിശുദ്ധ അമ്മയുടെ ആത്മീയതയും നമുക്ക് പുറത്തുനിന്ന് ആരും കൊണ്ടുതരുന്നില്ല. കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ള ഒരാളുടെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ഉറവ തന്നെയാണ് ലൂർദിലെ ഉറവയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും. അപ്പൊ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഇങ്ങനെ തലമുറകളിലേക്ക് ഈ ലൂർദിലെ ഉറവ പോലെ ഇങ്ങനെ ജീവജലം പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അനേകർക്ക് സൗഖ്യം നൽകുന്ന ഒരു ജീവജലമായി അത് മാറുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെയും ഒഴുകട്ടെ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും സഭയോട് ചേർന്ന് നിൽക്കാം, സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ചേർന്ന് നിൽക്കാം, പരിശുദ്ധ മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കാം. ഒപ്പം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാം. ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യമായ കർമ്മല ചൈതന്യം, കർമ്മല മാതാവിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ എല്ലാവരെയും സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ഐക്യത്തിന് വേണ്ടി, വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സമുദായ ഭദ്രതയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കുവാനും, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഒരുമിച്ച് ചിന്തിക്കുവാനുമുള്ള ഒരു ഉൾപ്രേരണ തരുന്ന അനുഭവമായി, അനുഗ്രഹമായി ഈ സുദിനം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല റാലി നടക്കുന്ന സമയത്ത് ഒരു മഴയുണ്ടായി, ഒപ്പം ആകാശത്ത് വലിയൊരു മഴവില്ല് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മഴവില്ലായി പ്രാർത്ഥനയുടെ വർണ്ണനകളിൽ ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ സ്തുതി വചനങ്ങൾ, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ അനുഗ്രഹം നേടുന്ന അനുഭവമുണ്ടായി. ഒപ്പം അവിടെ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ അനേകം ഭാഷകളിലുള്ളവർ ഒരുമിച്ച് അവരവരുടെ ഭാഷയിൽ, ഞാൻ ഇംഗ്ലീഷിൽ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊടുക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും
അവരവരുടെ ഭാഷകളിൽ പരിശുദ്ധ മറിയമെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഏത് ഭാഷയാണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഷ ലോകത്തിലെല്ലായിടത്തും ഒന്ന് തന്നെയാണ്. എല്ലാ ഭാഷകളിലുമുള്ളവർ വന്ന് ഒരേ വിശ്വാസം ഘോഷിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ ഐക്യനായി, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്കുള്ള വഴിദീപമായി പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. ആ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈശോയിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിന്റെ തിരുനാൾ അനുഗ്രഹദായകമാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു.